ജപ്പാനിലെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു ദിവസമുണ്ട്, ഗേൾസ് ഡേ. മാർച്ച് 3-നാണ് അത്. ഹിന മത്സുരി എന്നാണ് ജാപ്പനീസിൽ പറയുക. ഹിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡോളാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ ഹിന ഡോൾസിനെയാണ്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജാപ്പനീസുകാർ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. അതൊന്നും കൂടാണ്ട് ഇവർക്കായിട്ട് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള നാഷണൽ ഹോളിഡേയ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഹിന മത്സുരി എന്ന് പറയുന്ന ഗേൾസ് ഡേ. ഇപ്പൊ നമുക്കൊക്കെ നാട്ടിൽ എന്തുണ്ട്, ശിശുദിനം ഉണ്ടല്ലോ. ശിശുദിനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, കുട്ടികൾ, അതിനകത്ത് പെൺകുട്ടികൾക്ക് വേറെ ആൺകുട്ടികൾക്ക് വേറെ അങ്ങനെയൊന്നുമില്ല. ശിശുദിനം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസം, അങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെയും ചിൽഡ്രൻസ് ഡേ ഉണ്ട്, അത് മെയ് 5-നാണ്. പക്ഷെ ഇത് ആൺകുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആൺകുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ടാണ് ചിൽഡ്രൻസ് ഡേ ഉള്ളത് മെയ് 5-ന്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹിന മത്സുരി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആണുള്ളത്. അത് മാർച്ച് 3-നാണ്. റിലീജിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ജപ്പാൻകാർ. ജപ്പാനിൽ മെയിനായിട്ട് 2 മതമാണുള്ളത്. ഒന്ന് ഷിൻഡോയിസവും രണ്ടാമത്തെ ബുദ്ധിസവും. അപ്പോൾ ഈ ഷിൻഡോയിസമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഈ ചിൽഡ്രൻസ് ഡേയും അതേപോലെ തന്നെ ഹിനാമത്സുരിയും. അപ്പോൾ ഈ മതത്തിലുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഈ ഗേൾസ് ഡേയും അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഹിനാമത്സുരിനെ ഗേൾസ് ഡേ എന്നും ഡോൾ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയും. പെൺകുട്ടികളുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും സമൃദ്ധിക്കും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനാണ് ഈ ഹിനാമത്സുരി നടത്തുന്നത്. പ്രത്യേകിച്ച് 10 വയസ്സോ അല്ലെങ്കിൽ അതിൽ താഴെയോ പ്രായമുള്ള പെൺകുട്ടികളുടെ. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഹിനാമത്സുരി ഭയങ്കര ഫേമസ് ആണ്. അതായത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഹിനാമത്സുരി. അപ്പൊ ആ കുട്ടിക്ക് 1 വയസ്സിന് താഴെയായിരിക്കുമല്ലോ ഏകദേശം പ്രായം. അപ്പൊ ഈ 0 to 1 ഇയറിന്റെ ഉള്ളിലാണ് ഈ ആദ്യത്തെ ഹിനാമത്സുരി വരുന്നുണ്ടായിരിക്കുക. അതിനകത്ത് ഈ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ ട്രഡീഷണൽ വേഷമായിട്ടുള്ള കിമോനോ ധരിക്കും. എന്നിട്ട് അമ്മമാരിൽ നിന്ന് പുതിയതായിട്ടുള്ള ഒരു ഹിനാഡോളോ അല്ലെങ്കിൽ ഇവരിങ്ങനെ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഹിനാഡോളോ സ്വീകരിച്ചിട്ടാണ് ഇതുവരെ ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹിനാമത്സുരി സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിന ഡോൾസിന്റെ സെറ്റ്, അത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കും. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിക്കും നമ്മുടെ കടകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇവരിത് ഡിസ്പ്ലേക്ക് വെക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇങ്ങനെയാണ് ഹിനാമത്സുരി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ ഹിന ഡോൾസിന്റെ സെറ്റ് വാങ്ങിച്ചിട്ട് അവർ ഡിസ്പ്ലേക്ക് വെക്കും. ആ വാങ്ങിക്കുന്ന സെറ്റുകളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതൊരു കടയിലാണ്. ഇതിന്റെ വിലയൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. മിക്ക സെറ്റിനും 1,00,000 യെന്നിന്റെ ഒക്കെ മുകളിലാണ്. അപ്പൊ ഇന്ത്യൻ റുപ്പി എത്രയാവും ഞാൻ കൺവേർട്ട് ചെയ്ത് പറയുന്നൊന്നുമില്ല. ഏകദേശം ഇതിന്റെ പകുതിയിൽ കൂടുതലായിരിക്കും ഇന്ത്യൻ റുപ്പി വരുന്നുണ്ടായിരിക്കുക. ഈ ഹിന ഡോൾസ് തിന്മയും ദുരിതമൊക്കെ അകറ്റുന്നാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത്. വീടുകളിൽ ഈ ഹിന ഡോൾസ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഭാവിയിൽ പെൺകുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുന്നതിനും സന്തോഷകരമായിട്ടുള്ള മാരേജ് ലൈഫ് ഉണ്ടാവുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരിതിങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ ഹിന ഡോൾസിന്റെ സെറ്റിലൊക്കെ ഏറ്റവും മുകളിലിരിക്കുന്ന കണ്ടില്ലേ, അത് ചക്രവർത്തി, മറ്റത് ഫീമെയിൽ ചക്രവർത്തിയാണ്. ഒന്നെങ്കിൽ ചക്രവർത്തിന്റെ വൈഫോ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളോ ആയിരിക്കാം. പണ്ട് മുതലേ ഈ ഹിന ഡോൾസ് റെപ്രസെന്റ് ചെയ്യുന്നത് സാമ്രാജ്യ കുടുംബത്തിന്റെ വിവാഹത്തെയാണ്. അത് കാരണമാണ് ഇങ്ങനത്തെ ഡോൾസ് വെച്ച് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്റ്റെപ്പ് ഉണ്ട്. ഏറ്റവും മുകളിലത്തെ ഈ പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് ഹിനാദാൻ. അവിടെയാണ് ഈ ചക്രവർത്തി ഇരിക്കുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ പല ടൈപ്പിലുള്ളുണ്ട്. 3 സ്റ്റെപ്പ് ഉള്ളതും 7 സ്റ്റെപ്പ് ഉള്ളതൊക്കെ ഉണ്ട്. മിക്കവാറും പേര് 2 ഡോള് മാത്രമുള്ള ഏറ്റവും മുകളിലുള്ള ആ സെറ്റ് വെച്ചിട്ട് മാത്രമായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ഈ കാണുന്ന മിക്കതും അങ്ങനത്തേതാണ്. 3 സ്റ്റെപ്പുള്ള ഒരു ഹിന ഡോളിന്റെ സെറ്റാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും മുകളിലിരിക്കുന്ന ചക്രവർത്തിയൊക്കെയാണ്. താഴെ അവരുടെ സെർവൻസ് ഒക്കെ ആയിരിക്കും. അതിൻ്റെയും താഴെ എന്തൊക്കെയോ വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്ന പോലെയാണ് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഇതൊക്കെ കുറച്ച് പൈസ കുറഞ്ഞ ഡോളിന്റെ സെറ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ഇതിന്റെ തന്നെ വില കൂടിയതുമുണ്ട്. തൂക്കിയിടുന്ന ടൈപ്പ് കുറച്ച് ഡിസൈൻസിലുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അങ്ങനെ കുറച്ച് ഹിന ഡോൾസിന്റെ സെറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് 2 സ്റ്റെപ്പുള്ള ഒരു ഹിന ഡോളിന്റെ സെറ്റാണ്. ഏറ്റവും മുകളിൽ എപ്പോഴും ചക്രവർത്തി തന്നെ ആയിരിക്കും ഇരിക്കുക. താഴെ സെർവൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഫർണിച്ചറോ അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. ചില സ്ഥലത്ത് സ്വീറ്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ചില ഫോട്ടോയ്ക്കകത്തൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, 3 സ്റ്റെപ്പുള്ള വില കൂടിയ ഒന്നാണ്. ഏറ്റവും മുകളിലിരിക്കുന്നത് ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ചക്രവർത്തിയൊക്കെയാണ്. താഴെ പരിചാരകരൊക്കെ ആയിരിക്കും. അതിൻ്റെയും താഴെ കണ്ടോ പല്ലക്കോ കാളവണ്ടിയൊക്കെ പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്കും മനസ്സിലാക്കാൻ അറിയുള്ളൂ കേട്ടോ. അതല്ലാണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ജാപ്പനീസ് ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് ഞാനും പറയുന്നത്. ഹിനാമത്സുരി സെലിബ്രേറ്റ് ചെയ്യുന്നത് വീട്ടിൽ ഇങ്ങനെ ഹിന ഡോൾസിന്റെ സെറ്റ് ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കിയിട്ടുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ചിരാഷി സുഷി എന്ന് പറയുന്ന ഒരു ഫുഡാണ് ഇവരുടെ ട്രഡീഷണൽ ആയിട്ട്. അതിനകത്ത് സ്കാറ്റേഡ് സുഷി എന്നാണ് പറയുന്നത്. അതായത് കുറച്ച് റൈസും വിനാഗിരിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് സ്കാറ്റേഡ് ആയിട്ടുള്ള സുഷിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡിനെയാണ് പറയുന്നത്. അതും അതുപോലെ തന്നെ ഒരു സൂപ്പുമാണ് ഇവർ മെയിനായിട്ട് കഴിക്കുന്നത്.
പിന്നെ ഡയമണ്ട് ഷേപ്പിലുള്ള മോച്ചിയും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ചില ഫോട്ടോസിൽ ഈ ഹിന ഡോൾസിന്റെ ഫ്രണ്ടിൽ തന്നെ മോച്ചി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. എന്തായാലും ഒറിജിനൽ മോച്ചീനെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കഴിക്കുന്ന ഫുഡിനൊക്കെ ഓരോ അർത്ഥമുണ്ട് കേട്ടോ. വെറുതെ അല്ല കഴിക്കുന്നത്. ഇത് ഈ ഫുഡൊക്കെ കഴിക്കുന്നതിനനുസരിച്ച് നല്ല മാരേജും അതുപോലെ തന്നെ നല്ല ഹെൽത്തും കുട്ടികളൊക്കെ ഉണ്ടാവും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതുപോലുള്ള മോച്ചികൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഡയമണ്ട് ഷേപ്പിലുള്ള മോച്ചി എന്ന് പറയുന്നത്. മോച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് കേക്കാണ്, അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഹിനാമത്സുറിന്റെ സമയത്ത് ഉണ്ടാക്കുന്ന ഈ ഡയമണ്ട് ഷേപ്പിലുള്ള മോച്ചിക്ക് പറയുന്ന പേര് ഹിഷി മോച്ചി എന്നാണ്. ഇതിന്റെ ഓരോ കളറിനും ഓരോ മീനിങ് ഉണ്ട്. ഇതിനകത്ത് വൈറ്റ് കളറും പിങ്ക് കളറും ഗ്രീൻ കളറും ആണ് ഉള്ളത്. ഈ മോച്ചിയിലെ വൈറ്റ് കളർ പരിശുദ്ധിനെയും പിങ്ക് കളർ എനർജീനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മോച്ചി മാത്രമല്ല ഹിനാമത്സുരി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറേ സ്നാക്സുകളൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഹിനാമത്സുരി എങ്ങനെ ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ ചൈനയിലാണ് ശരിക്കും ഇത് ആരംഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് ജപ്പാനിലൊക്കെ മരണനിരക്ക് ഭയങ്കര കൂടുതലായിരുന്നു കുട്ടികളുടെ. പകർച്ചവ്യാധികൾ കാരണവും അതുപോലെ തന്നെ മതിയായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ചെറിയ കുട്ടികളൊക്കെ മരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ പാരൻസ് ഒക്കെ എന്താണ്, കുട്ടികൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ചെറിയ കടലാസ് കൊണ്ട് പാവകളെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നദിയിലൊക്കെ ഒഴുക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്താണ് ഇപ്പോൾ ഹിനാമത്സുരി എന്നറിയപ്പെടുന്ന ഈ ഹിന പാവകളെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അത് ജപ്പാന്റെ ഒരു ആചാരമായിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായത്. ഈ ഹിന പാവകളെ പ്രദർശിപ്പിക്കുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പോയിട്ട് കാണാനൊക്കെ പറ്റും. ഞാൻ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ടതൊക്കെ കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള ഹിന പാവകളുടെ സെറ്റായിരുന്നു. ഇത്തവണ കാണാൻ പറ്റുമോ എന്നറിയില്ല, ശ്രമിച്ചു നോക്കാം. കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും കാണിക്കാം.